എല്ലാവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ഓണം. നമ്മുടെ ടാറ്റ പഞ്ച് EV ലോങ് റേഞ്ച് എടുത്തിട്ട് 8000 കിലോമീറ്റർ തികഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ 8000 കിലോമീറ്ററിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ഡ്രൈവിന് പോയിട്ട് വരാം അല്ലേ. കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം 8000 കിലോമീറ്റർ ഓടി ഈ വണ്ടി. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നത്, എത്രത്തോളം സേവിങ്സ് ആണ് നമുക്ക് വന്നത്, ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലും ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പം ആദ്യമായിട്ട് വരുന്നുണ്ടാവുക. സോ ഫസ്റ്റ് തിങ്, ഡയറക്റ്റ്ലി നമ്മൾ എത്ര കോസ്റ്റ് സേവ് ചെയ്തെന്ന് നമുക്ക് പറയാം. ഏകദേശം 8200 കിലോമീറ്റർ, അതായത് 8000 കിലോമീറ്റർ നമ്മൾ ഓടിയപ്പം നമുക്ക് ഏകദേശം എത്ര രൂപേൻ്റെ കറണ്ട് ബില്ല് വന്നതെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് 7000 രൂപയ്ക്ക് അടുത്താണ് നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് നമ്മളെ ഈ ഒരു ബേസിക് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അതായത് ഒരു യൂണിറ്റിന് ഏകദേശം 7 രൂപയാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പോൾ കിലോമീറ്ററിന് 1 രൂപ 1.5 രൂപ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് പറയുന്നു. എന്നിരുന്നാലും നമ്മളിപ്പം AC ചാർജിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ലോസുകൾ, അതായത് എനർജി ലോസുകളും മറ്റും വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു 1000-1500 രൂപയോളം നമുക്ക് പെർ മന്ത് എന്തിലും, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 1500-2000 രൂപ എന്തിൽ പോകാം. അതായത് എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയാലും എനിക്ക് ഏകദേശം 7000 രൂപയാണ് 8500 കിലോമീറ്റർ ഓടാനായത്, റൗണ്ട് അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ. ഇതിൽ നമുക്ക് ഫുൾ AC ചാർജിങ് ഒന്നും അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 500-700 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ DC ചാർജിങ് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ലോങ് പോകുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല. അപ്പം കോസ്റ്റ് സേവിങ്സിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പം കറൻ്റ്ലി നമ്മുടെ KSEB, നമുക്ക് കേരളത്തിലെ അവസ്ഥ ഞാൻ പറയുന്നത്, KSEB നമുക്ക് തരുന്ന ഈ ഒരു സിനേറിയോയിൽ അത്യാവശ്യം വളരെ നല്ല എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആക്ച്വലി സോളാറൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുമ്പം 8000 കിലോമീറ്റർ ഓടി കംഫർട്ട് എങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ലോങ് ഡ്രൈവ്സ് ആണെങ്കിലും ഇപ്പം 2 വട്ടം ബാംഗ്ലൂർ പോയി വരികയുണ്ടായി. നാട്ടിൽ തന്നെ അത്യാവശ്യം ഒരു 300-400 കിലോമീറ്റേഴ്സോളം ലോങ് ഡ്രൈവിങ് ഒറ്റ സെഷന് ഓടിക്കാൻ പറ്റുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് റിവ്യൂ ആയിട്ട് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. EV ആണ്, വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കലി നിങ്ങൾ ഉറങ്ങി പോകാണ്ട് നോക്കിയാൽ മതി എന്നുള്ളൊരു ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം ഡ്രൈവേഴ്സിനായിരിക്കില്ല, കൂടുതലും പാസഞ്ചേഴ്സിനാണ് തീരെ ക്ഷീണം. അതിപ്പോൾ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ഒറ്റ ഡ്രൈവ് നിങ്ങൾ പോയാലും അവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾ നിലനിൽക്കും. അതായത് ഇപ്പം അത്യാവശ്യം ഭയങ്കര ബഡ്ജറ്റ് കൊടുത്ത് വാങ്ങേണ്ട വണ്ടികളിൽ വെച്ച് നോക്കുമ്പം ആ വണ്ടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിലൊരു EV എന്ന് പറയുമ്പം ഭയങ്കര കംഫർട്ടായിരിക്കും, അഫോർഡബിളും ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് സംശയം ഉള്ളാവുന്നൊരു കാര്യമാണ് ടാറ്റയിൽ സർവീസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ബഗ്സ് ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് സർവീസ് ഇവർ ഓൾമോസ്റ്റ് 7500 പീരിയോഡിക്കൽസ് വെച്ചിട്ടാണ് സർവീസ് ചെയ്യൽ. അതെനിക്ക് കുറച്ച് അബ്സേർഡായിട്ട് തോന്നി. കാരണം ഓരോ 7500 കിലോമീറ്റർ നമ്മളിത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം. ആൻഡ് കൊണ്ടുപോകുമ്പം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു സംഭവം അത് ഭയങ്കര മോശമായിട്ട് തോന്നി എനിക്ക് പേഴ്സണലി. ചില സ്ഥലങ്ങളിൽ ഞാൻ ഇതുവരെ 2 സർവീസ് ആകെ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ട് ചെയ്തത് ഞാൻ കോഴിക്കോട് മറീന മോട്ടോഴ്സിൽ വെച്ചിട്ടാണ്. അവിടെ ആൾക്കാർ ഭയങ്കര റഷായിരുന്നു, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഏകദേശം 3-4 മണിക്കൂർ നിന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കാറ് അവിടെ തിരിച്ച് കിട്ടിയത്. പിന്നെ സ്വാഭാവികമായിട്ടൊരു കമ്പനി അവരുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മളിത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതൊന്നും എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ആരും ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല എൻ്റെ റേറ്റിംഗ് ചോദിച്ചിട്ടോ. കാരണം വിളിക്കാൻ അത്രയും ആൾക്കാരാണ് ബേസിക്കലി വണ്ടി എടുത്ത് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം കസ്റ്റമേഴ്സ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് വളരെ പുവറാണ്. ടാറ്റയിൽ ഞാൻ പറയുന്നത്, ഞാനൊരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിനെ ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷേ ഭയങ്കര മോശമാണ്. പിന്നെ ഫസ്റ്റ് സർവീസിൽ മെയിനായിട്ട് വാഷിങ് കാര്യങ്ങളോ വന്നുള്ളൂ. സെക്കൻഡ് സർവീസിന് എനിക്ക് ഏകദേശം 1800 രൂപയോളം ബില്ലായി. പക്ഷേ ലേബർ എന്നൊക്കെ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. അതായത് ഇതിന് ട്രാൻസാക്സൽ ഒരു ഓയിലുണ്ട്. ട്രാൻസാക്സൽ ആണോ ട്രാൻസാക്ഷൻ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ ട്രാൻസാക്ഷൻ ഓയിൽ മാറാൻ ഏകദേശം എനിക്ക് 1800 രൂപയ്ക്ക് അടുത്ത് എമൗണ്ട് ചിലവായി. സോ അത് മാത്രമേ എനിക്ക് സർവീസ് കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. മലപ്പുറം ലക്സൺ ടാറ്റ എന്നായിരുന്നു ചെയ്തിരുന്നത്. വളരെ എടുത്ത് പറയത്തക്ക രീതിക്കുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് ക്വൈറ്റ് നോർമൽ. വലിയ അലമ്പൊന്നുമില്ലാതെ പരിപാടി കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും
ഒരു കൺസേൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന പഞ്ച് EV ലോങ് റേഞ്ച് ആണ്. സോ കമ്പനി പറയുന്ന 421 കിലോമീറ്റർ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ല ഏത് EV യൂസേഴ്സിനോട് ചോദിച്ചാലും കിട്ടത്തില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഇതിന് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഒരു EV ഓടിക്കുന്ന രീതി കണക്കല്ല ഇത് ഓടിക്കുന്നത്. ഇതൊരു സാധാരണ ഒരു IC എഞ്ചിനുള്ള വണ്ടി എങ്ങനെയാണോ ഞാൻ ഓടിക്കുന്നത് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ബേസിക്കലി, അതായത് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി. സോ അതേപോലെ കാലെടുത്താണ് ഓടിക്കുന്നത്. പിന്നെ അതാണ്ട് ഈ ഒരു സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയത്തില്ല. അതായത് ഏകദേശം അങ്ങ് കാല് കൊടുക്കുക, വണ്ടി അങ്ങ് കയറിപ്പോവും. അപ്പോൾ നമ്മൾ കാല് കൊടുത്തോണ്ടേയിരിക്കും. ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി, കാരണം അങ്ങനെ പോവും. നിങ്ങളുടെ ഇപ്പോൾ അടുത്ത് ഒരു BMW ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഭയങ്കര സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാം, നോ വൺ കെയർസ്. പക്ഷേ എന്താണെന്ന് പറയുക, ആ ഒരു മിഡ് പഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ BMW കയറിപ്പോവും, നിങ്ങൾ ബാക്കിൽ തന്നെയാവും. എന്നാലും ഈ ഒരു ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് EV, അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ആൻഡ് BMW അങ്ങനെ കാലെടുത്ത് ഓടിക്കുമ്പോൾ എത്ര പെട്രോൾ അത് കുടിക്കുന്നു, നമ്മുടെ EV എത്ര കൺസ്യൂം ചെയ്യുന്നു നമ്മൾ ആലോചിച്ചാൽ മതി. എന്നാലും നമുക്ക് ലാഭകരമാണ്. പിന്നെ റേഞ്ചിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം, 421 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒന്നും കിട്ടത്തില്ല. എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന ഒരു 230 കിലോമീറ്റേഴ്സാണ് ഓൺ എ സിംഗിൾ ചാർജ്. ഞാൻ ബോത്ത് സ്പോർട്സ് മോഡ് ആൻഡ് സിറ്റി മോഡ് മാറി മാറി ഉപയോഗിച്ച് ഓടിച്ചിട്ട്. സോ അത് കംപ്ലീറ്റ്ലി അത് കറക്റ്റ് ഫിഗേഴ്സ് പറയാൻ എനിക്ക് പറ്റത്തില്ല. 200 കിലോമീറ്റേഴ്സ് വിൽ ബി ഫെയർലി ഗുഡ് ഇനഫ്. കാരണം ഞാൻ ഒരിക്കലും 20% താഴേക്ക് ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടില്ല ബാറ്ററി. അങ്ങനെ ചെയ്യുന്നത് ബാറ്ററി ലൈഫ് സൈക്കിളിന് മോശമാണ്. പിന്നെ 25% എത്തുമ്പം സ്പോർട്സ് മോഡിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റിയിലേക്ക് മാറും. 10% താഴെ ആകുമ്പോൾ അത് ലിംപ് മോഡായിട്ട്, അതായത് എക്കണോമി മോഡിലേക്ക് ബേസിക്കലി മാറും. പിന്നെ ലിംപ് മോഡ് പോലെ ഭയങ്കര സ്ലോ ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് ഓടിക്കുന്ന കാര്യം നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡെയിലി ഒരു കമ്മ്യൂട്ടൊക്കെ ആണെങ്കിൽ ഒരു 100 to 150 കിലോമീറ്റേഴ്സ്, മാക്സിമം 200 കിലോമീറ്റേഴ്സ് വരെ ആണെങ്കിൽ പഞ്ച് EV ലോങ് റേഞ്ച് ഇസ് ഗോണ ബി റിയലി ഗുഡ് ഫോർ യു. എൻ്റെ കേസ് സിനേറിയോയിൽ ആകെ മാക്സിമം പറ്റുന്നത് ചില ദിവസങ്ങളിൽ ഓവർ റൺ ആയി കഴിഞ്ഞാൽ തന്നെ 200-250 കിലോമീറ്റേഴ്സ് ആയിരിക്കും. എന്നിരുന്നാലും എൻ്റെ വീടിനടുത്ത് അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഉണ്ട് DC ചാർജസിൻ്റെ. സോ ആ ഒരു ഇഷ്യൂവും സോൾവ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ EVകൾ ഓടിക്കാൻ പ്രാപ്തമാണോ നമ്മുടെ റോഡുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വളരെ നല്ല കണക്ടിവിറ്റി ആയി വരുന്നു. സ്റ്റിൽ നോട്ട് ഡെവലപ്ഡ്. ഇപ്പം കമ്പനികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഗോയിസി വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഞാൻ ഗോയിസി തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കംഫർട്ട്, ചാർജിങ് കംഫർട്ടാണേലും ഈ പറഞ്ഞ പോലെ ചാർജ് കുത്താനുള്ള ടൈം, അതൊരു ബാക്ക് ടൈം വരുന്നുണ്ട്. അത് വളരെ കുറവാണ്. നമ്മൾ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം എറർ ബഗ്സ് ഒന്നും ഇല്ലാതെ വേഗം ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സിയോൺ ഫസ്റ്റ് ഞാൻ പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അവർ പൈസ വാങ്ങുന്നുണ്ട് യൂണിറ്റിന്. പക്ഷേ നമ്മുടെ ഗോയിസി ആണെങ്കിൽ ഒരു യൂണിറ്റിന് 13-14 രൂപ വാങ്ങിക്കുന്നുള്ളൂ. സോ ദാറ്റ് മേക്സ് സെൻസ്. നാട്ടിൽ നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുന്ന ഗോയിസിൻ്റെ ചാർജസ് ആണ്. പിന്നെ ഗോയിസിക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും 30 kWh ചാർജേഴ്സ് ഉണ്ട്, 30 kW ചാർജേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ സിയണ്ണാണെങ്കിൽ ചില സ്ഥലത്ത് 25 kW ആയിരിക്കും. അത് തന്നെ വെയിറ്റിങ്ങിലായിരിക്കും. സോ എനിക്ക് സിയൻ കുറച്ച് ഓവർ ഹൈപ്ഡ് ആണ് നമ്മുടെ നാട്ടിലൊന്നും തോന്നുന്നു. പക്ഷെ നാട് വിട്ട് ഇപ്പോൾ തമിഴ്നാടും കർണാടകയൊക്കെ പോവുകയാണെങ്കിലും എനിക്ക് തോന്നുന്ന സ്റ്റാറ്റിക് സിയോൺ പോലുള്ള ചാർജിങ് കമ്പനീസ് ആയിരിക്കും. സോ ചാർജിങ് കമ്പനികളെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം. ബാക്ക് സീറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അണ്ടർ തൈ സപ്പോർട്ട് അത് ആക്ച്വലി വളരെ നല്ലതാണ്. പക്ഷേ കുറച്ച് ഹാർഡ് മെറ്റീരിയലാണ് സീറ്റ്സ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവും ഇരിക്കുമ്പം. പേഴ്സണലി ലോങ് ഡ്രൈവേഴ്സിലൊക്കെ പാസഞ്ചേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. എന്നിരുന്നാലും നമ്മളങ്ങ് ബാക്കോട്ട് ഇരിക്കുന്ന തരത്തിലുള്ള സീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഒരു ഹഗ്ഗിയിരിക്കുന്ന ഒരു ഫീല് വരും. ഫ്രണ്ടിൽ ബോൾസ്റ്റേഴ്സ് ആണെങ്കിലും വളരെ നല്ല കംഫർട്ട് തരുന്നതാണ്. ലോങ് ഡ്രൈവിലൊന്നും ഫ്രണ്ട് 2 സീറ്റ്സ് ആക്ച്വലി കംഫർട്ടബിൾ തന്നെയാണ്. പക്ഷേ ഈ ബാക്കിൽ കുറച്ചും കൂടെ ലെഗ് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ്, നമ്മൾ ബഗ്സ് വരാറുണ്ടോ? ടാറ്റയാണ്, EV ആണ്, വാട്ട് അബൌട്ട് ബഗ്സ്? തീർച്ചയായിട്ടും നമുക്കും കിട്ടിയിട്ടുണ്ട് ബഗ്സ്. ഇതിലേറ്റവും ഒരു വൃത്തിയായിട്ട ബഗ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വണ്ടി കുത്തിരാൻ വേണ്ടിയിട്ട് ചാർജിങ്ങിൻ്റെ പോർട്ട് തുറക്കണില്ലായിരുന്നു. ദാറ്റ് വാസ് ഷിറ്റ്. കാരണം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, എൻ്റെ വേറെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. ഞാനാണെങ്കിൽ നാട്ടിലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിളിച്ച് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് ഓഫാക്കാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതല്ലാതെ മേജർ ആയിട്ടുള്ള ബഗ്സ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ക്യാമറ ഫ്ലിക്കർ ആവുന്ന ഇഷ്യൂസ് വരും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അടുത്ത് നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ മാറും. പിന്നെ
ബാക്കിയുള്ളവരെ കേൾക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും അല്ലാന്ന് തോന്നും. പലർക്കും ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. സോ ബേസിക്കലി EV എന്ന് പറഞ്ഞൊരു പരീക്ഷണമാണല്ലോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ. സോ അതൊരു പ്രശ്നമായിട്ട് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് സ്റ്റിൽ ടാറ്റയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാറ്റം വരുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ദ ടീം റിയലി നീഡ്സ് ടു വർക്ക് ഓൺ ദാറ്റ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഈ ഒരു സിംഗിൾ മോട്ടർ ഡ്രൈവാണ്. അതായത് ബേസിക്കലി ഗിയർ ബോക്സ് ഇല്ല, കാല് കൊടുക്കുക, കയറുക, യു റീച്ച് ഫ്രം A to B വിത്ത് വാട്ട് ടൈം. നിങ്ങളൊരു ടൈം ഉദ്ദേശിച്ച ആ ടൈമിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ളത് വളരെ മികച്ച ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ഇപ്പം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നോയ്സ് ആൻഡ് ഹാർഷ്നെസ് വളരെ കുറവാണ്. എൻഗേജ് വാല്യൂസ് വെരി ഗുഡ്. നമുക്ക് മോട്ടറിൻ്റെ സൗണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളിലേക്ക് കേൾക്കത്തുള്ളൂ. ഈവൻ തോ ബാക്കി ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പോലും കേൾക്കുന്നത് റീജനും അതുപോലെ തന്നെ ആ ഒരു റീജനിനും ഡ്രൈവിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഒച്ചയാണ്. ഇനി റീജൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 മോഡ്സാണ് വരുന്നത്. L1, L2, L3 വരുന്നുണ്ട്. L3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ടു സ്റ്റോപ്പ് ഒരു 9 km/h വരെ സ്ലോ ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ലതാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അടിപൊളിയാണ്. എനിക്ക് സോഫാർ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. കറക്റ്റായിട്ട് റീജൻ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ഞാൻ റീജൻ ഇല്ലാതെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്ക് വീലൊക്കെ ഡിസ്ക് ബ്രേക്കൊക്കെ തന്നെയാണ്. ചവിട്ടുമ്പോൾ വളരെ ചെറിയ രീതിക്ക് ഒരു സ്പോഞ്ച് എഫക്റ്റ് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും അത് റീജനിലേക്ക് വരുമ്പം അത് സോൾവ് ആവുന്നുണ്ട്. പിന്നെ AC-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ AC ചില്ലർ നമ്മൾ ഓൺ ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഉള്ളിൽ തന്നെ ഭയങ്കര ചില്ലാണ്. തണുപ്പ് വരുന്നുണ്ട് ഉള്ളിലേക്ക്. പിന്നെ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ എയർ ഫ്രഷ്നറല്ല ആക്ച്വലി എയർ പ്യൂരിഫയറും കാര്യങ്ങളും ഇൻബിൽട്ടായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ലൈവായിരിക്കും ക്യാബിൻ്റെ ഉള്ളിൽ. നമുക്ക് ഒന്നും കൂടെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിരിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. ഈ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ഇരുത്തം തന്നെയാണ് അടിപൊളി. നമുക്കിങ്ങനെ ബോണറ്റൊക്കെ കണ്ട് വളരെ നല്ലൊരു ഡ്രൈവ് ആസ്വദിച്ച് പോകാൻ പറ്റും. നമുക്കൊരു കമാൻഡിങ് പൊസിഷൻ തന്നെയാണ് തീർച്ചയായിട്ടും തരുന്നത്. പക്ഷേ ഈ ഒരു കോ പാസഞ്ചർ സീറ്റിൽ നമ്മുടെ ഈ ഒരു പിടിക്കാനുള്ള സംഭവം ഇല്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഇരിക്കുമ്പോൾ പല ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നത് എന്താ ഇതിന് മാത്രം ഇല്ലാത്തതെന്ന്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത് എന്തുകൊണ്ടാണ് ടാറ്റ കോസ്റ്റ് കട്ടിങ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരം ആർക്കും അറിയില്ല. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയർലെസ് ആണ് വരുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഈവൻ നമ്മൾ ലോങ് ഡ്രൈവ്സിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ ഫീച്ചർ റിച്ച് തന്നെയാണ് ഈ വണ്ടി. ഇതിനകത്തുള്ള ഓരോ ഫീച്ചറും ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയെടുത്തുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉള്ള വേരിയൻറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഫുൾ ഓപ്ഷനാണ്. ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റിൽ ആകെ വരുന്നത് ആംബിയൻ ലൈറ്റ്സും സൺറൂഫുമാണ്. ആ രണ്ടെണ്ണം എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കാത്തതാണ്. അല്ലാതെ ലോണിൽ കാശിടണമല്ലോ എന്ന് വിചാരിച്ച് ഇത് എടുത്തതല്ല. ആക്ച്വലി നമുക്ക് എന്താണ് ആവശ്യം അത് മതി വണ്ടിയിൽ എന്നാലോചിച്ചിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പെനോറമിക് സൺറൂഫ് ഒന്നും അല്ല നമ്മൾ ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ. പിന്നെ കൂടുതൽ മൂവിങ് സ്റ്റോക്കുള്ളതും നമ്മുടെ ഈ ഒരു സർട്ടൻ വേരിയൻ്റ് തന്നെയാണ്. അതായത് ടാറ്റ പഞ്ച് EV LR എംപവേർഡ് പ്ലസ് LR. അത് എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ധാരാളം ഓഫേഴ്സ് ഉണ്ട്. നമ്മളെടുത്തപ്പോൾ ഒരു ഓഫറും കിട്ടിയിട്ടില്ല. ഫുൾ ക്യാഷ് നമ്മൾ ലോണിലാക്കിയിട്ട് എടുത്തതാണ്. വണ്ടീൻ്റെ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ടാൽ കാല് കൊടുക്കുന്നു. സോ ബേസിക്കലി നമ്മൾ ഒരിക്കലും എപ്പോഴും സ്പോർട്സ് മോഡിലൊന്നും പോകാൻ പോകുന്നില്ല. സോ ഇത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു സിറ്റി ഡ്രൈവ് മോഡ്. അതിനകത്ത് ഒരു 4 സിലിണ്ടർ കാർ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അത് കണക്ക് തന്നെ ആയിരിക്കും. വിത്തൗട്ട് എനി ഗിയർ ഷിഫ്റ്റ്സ് യു ക്യാൻ സിംപ്ലി ക്രൂസ്. ദാറ്റ് ഈസ് ലൈക്ക് ഇതേപോലെ നമ്മൾ സംസാരിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു എ ലോട്ട്. പിന്നെ ടാറ്റ സർവീസ് സെൻറ്റേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഇപ്പം മാരുതി അല്ലെങ്കിൽ ടൊയോട്ട പോലത്തെ സർവീസ് സെൻറ്ററുകൾ നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ടാറ്റ ആക്ച്വലി ഡെവലപ്പിംഗ് ആണ്. അവർ പുതിയ പുതിയ സർവീസ് സെൻറ്ററുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പക്ഷെ അവരുടെ മാനേജ്മെൻറ്റ് സൈഡ് ഒന്നും കൂടെ പക്കയാക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അടുത്തായിട്ട് ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ നല്ല ഫീഡ്ബാക്ക് തരുന്നൊരു സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രോണിക് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ കട്ടായി പോകുന്നതായിട്ട് തോന്നും. പക്ഷേ എന്നാൽ ഈ ഒരു ഗ്രൗണ്ടഡ് ടു റോഡ് ഈ ഒരു ബാറ്ററി പാക്കും കൂടെ ഉണ്ടാകുമ്പം ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അപാരാണ്. ഒരു മൾട്ടിപ്പിൾ ഡിജിറ്റ് സ്പീഡിലേക്ക് നിങ്ങൾ വളവ് വീശിയാലും ഇറ്റ് വിൽ റിയലി ഗിവ് യു എ ഗുഡ് ഫീഡ്ബാക്ക്. ആൻഡ് താങ്ക്സ് ടു ടാറ്റ ഫോർ ദിസ്
വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ ഗിവിങ് ഈ ഒരു EV പ്ലാറ്റ്ഫോം. അതായത് ഇപ്പം നമ്മുടെ പഞ്ചിൽ വന്നിരിക്കുന്ന Active.EV എന്ന് പറഞ്ഞാൽ, അതായത് ആക്റ്റീവ് എന്ന് പറഞ്ഞ ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടി പണിതത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു പെട്രോൾ പഞ്ച് എടുത്തിട്ട് ഈ ഒരു പഞ്ച് ഓടിച്ച് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിനകത്ത് കൂടുതൽ കംഫർട്ടാണ് തോന്നുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്ഫേഴ്സൺ സ്ട്രട്സ് വിത്ത് കോയിൽ ബീംസ് തന്നെയാണ് ബേസിക്കലി ഇതിൽ വരുന്നത്. അതിനകത്തുള്ള മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സസ്പെൻഷൻ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം എങ്ങനെയാണ് ഒരു ഡീസൽ വണ്ടിക്ക് കൊടുക്കേണ്ടത് അതിനൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ടാണ് 4 സസ്പെൻഷനും ചെയ്തിരിക്കുന്നത്. വളരെ ഫൈൻ ട്യൂണിങ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റുമാണ്. സോഫ്റ്റ് ഇൻ ദ സെൻസ് ഭയങ്കരമായ കുഴികൾ ചാടുമ്പോൾ ഉള്ളിലൊന്നും, ഇതിപ്പം അത്യാവശ്യം നല്ല മോശമായിട്ടുള്ള റോട്ടിൽ കൂടിയാണ് പോകുന്നത്. എന്നിരുന്നാലും എനിക്ക് വളരെ ഒന്നും ഉള്ളിലേക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡിജിറ്റ് സ്പീഡിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഒരു 0.0% കുറയും. അതിനുള്ള വൺ ഓഫ് ദ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ് സസ്പെൻഷൻ തന്നെയാണ്. കുറച്ചും കൂടെ ഹാർഡായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ഡിജിറ്റ് സ്പീഡ്സിലൊക്കെ നമുക്ക് വളരെയധികം കോൺഫിഡൻസോടുകൂടി തന്നെ എടുക്കാമായിരുന്നു. സോ ഞാനിതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇഗ്നിസ് വെച്ച് നോക്കുമ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിടിലമാണ്. ചാർജിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന 3.3 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് ആണ്. അത് ടാറ്റനെ ഫിക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നൊരു സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 7.2 കിലോവാട്ട്സിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ പൈസ കൊടുത്ത് വെക്കാം. ഞാനത് വെച്ചിട്ടില്ല, കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല. അത്രയും ഓട്ടമുണ്ട്. അതായത് ഇപ്പം രാവിലെ തൊട്ട് ഉച്ച ഒരു 200 കിലോമീറ്റർ ഓടുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, കുത്തിയിടുന്നു, എന്നിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ലോങ് ഡ്രൈവിന് വേണ്ടി എടുത്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം എനിക്ക് അതിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഏകദേശം 50,000 രൂപയോളാണ് 7.2 വരുന്നത്. അതിനുള്ള ഓട്ടം നമുക്കില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറം തന്നെ ഒരു DC ചാർജിങ് ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് പവർ ഫെയിലിയർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ബാക്കപ്പുള്ള ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പം കറണ്ട് പോയാലും നമുക്ക് അവിടെ പോയി ചാർജ് ചെയ്യാം എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇത്രയും മോശമായിട്ടുള്ളൊരു വഴി കൂടെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ആക്ച്വലി ബ്രേക്ക് പോലും ചവിട്ടുന്നില്ല, കംപ്ലീറ്റ്ലി റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ബൈ ഡിഫോൾട്ട് ഒരു 9-10 km/h ഇങ്ങനെ നീങ്ങിക്കോളും. അതുകൊണ്ട് ഏത് കയറ്റത്തിലെത്തിയാലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വണ്ടി ബാക്കോട്ട് ഇറങ്ങി പോകുന്ന ഒരു ഇഷ്യൂ വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ. വേറെ 2-3 സ്ഥലങ്ങൾ പറഞ്ഞാൽ ഇപ്പം ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ്, ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സ് ആണ്. സോ ഇത് 2 എണ്ണം ബേസിക്കലി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട. മഴ പെയ്യുമ്പോൾ ലൈറ്റ് വൈപ്പർ ഇട്ടോളും, ഇരുട്ടാവുമ്പം തന്നാലെ ലൈറ്റ് ഇട്ടോളും. സോ അതൊരു നല്ല സംഭവമായിട്ട് തോന്നി. ഇതിനകത്തൊരു TPMSൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. 4 ടയറിലും എത്ര കാറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാൻ. ഇത് പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കരമായി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. ഇടയ്ക്ക് ബഗ്സ് കയറി ഇതിൽ TPMS വാർണിംഗ് ലൈറ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. ഉണ്ട് വണ്ടിക്ക് എന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല. വൺസ് നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇഗ്നിസൊക്കെ ഓടിച്ച പോലെ ഏതിടയിലൂടെയും ധൈര്യമായിട്ട് വണ്ടി നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വളരെ മികച്ച ഒരു സംഭവം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു കയറ്റത്തിൽ കൂടെ ആട്ടോ നമ്മൾ കയറുന്നത്. അത് സിറ്റിയിലാണ് ആക്ച്വലി നമ്മൾ കയറുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, പക്ഷേ അനായാസമായിട്ടാണ് കയറുന്നതെന്ന് പറയാം. ഇതേപോലെ എനിക്ക് തോന്നുന്നില്ല ടാറ്റയിലുള്ള മറ്റ് 3 സിലിണ്ടേഴ്സ് ഒന്നും ഇത്രയും റെസ്പോണ്ട് ചെയ്യുമെന്ന്. സോ ഈ ഒരു ബാറ്ററി പാക്കും ഈ ഒരു മോട്ടറും തന്നെയാണ് ഇതിൽ കിടളം. ഈ ഒരു 90 കിലോവാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറിനെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കുക തന്നെ വേണം. എൻ്റെ ആ മുകളിൽ കാണുന്നതൊക്കെ നമ്മളെ അവിടെ അടുത്തുള്ള ഒരു മലയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഓഫ് റോഡ് പോലത്തെ സെറ്റപ്പ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി എങ്ങോട്ടെത്തുമോ ഒന്നും അറിയത്തില്ല, അതിന് നമുക്ക് പോയി നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഈ ക്രൂസ് കൺട്രോള്, അതുപോലെ തന്നെ ഈ ഒരു വ്യൂ മോണിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇപ്പോൾ പലതരമുള്ള വ്യൂസ് ആണെങ്കിലും മാപ്പൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് ഇടാം. അത് വളരെ നല്ല ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ സംഭവമാണ് നമ്മുടെ ഈ ഒരു സീറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഇതിൽ 3 ഇട്ടിട്ടേ വല്ല കാര്യമുള്ളൂ. ഇപ്പം നെക്സണിലൊക്കെ ആണെങ്കിൽ 1 ഇടുന്ന ആ ഒരു ഫീലൊക്കെ തന്നെയാണ് ഇതിലിപ്പം 3 ഇടുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഞാൻ നെക്സൺ ഓടിച്ച് നോക്കിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഹോണാണ് കേട്ടോ. ഇതൊരു മിസ്പ്ലേസ് ആയിട്ട് ഇത്ര കട്ടിയുള്ളൊരു ഹോൺ ഇവർ കൊടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഹോൺ അടിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഭയങ്കര വേഗം വൃത്തികേടാവുന്നുണ്ട്. സോ അതിന് പകരം ഞാനിപ്പോൾ ഇതിന് മുകളിലൊരു സംഭവം ഒട്ടിച്ചിട്ടുണ്ട്, സ്ക്രീൻ ഗാർഡ് പോലെ.
അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം കുറച്ചും കൂടെ ഐഡിയലായിട്ട് എന്തെങ്കിലുമൊക്കെ ടാറ്റയ്ക്ക് ചെയ്യാമായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ടാറ്റ പഞ്ച് EV ലോങ് റേഞ്ച് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നുണ്ടാവും. നിങ്ങളുടെ ആവശ്യപ്രകാരം അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ DM ചെയ്യൂ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ. സോ അതുവരെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.